കൈത്തോടുകൾ തൊട്ട് മഹാസമുദ്രങ്ങൾ വരെയും പുല്ലാങ്കണ്ണി മുതൽ കൊമ്പൻ സ്രാവുകളെ വരെ പിടിക്കുന്ന ഫിഷിംഗ് കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് മാൽദീവ്സിലെ ഫിഷിംഗ് രീതികൾ. ചെറിയ വലയുപയോഗിച്ച് കടലിലേക്ക് ഇറങ്ങിച്ചെന്ന് പൊടിമീനുകളെ കോരി ടാങ്കിലേക്ക് മാറ്റുന്നതാണ് ആദ്യ കടമ്പ. 3-4 തരം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ചെറുമീനുകളെയാണ് ഇങ്ങനെ ബൈറ്റിനായി പിടിക്കാറുള്ളത്. ഇവയെ സേഫായി ടാങ്കിലേക്ക് മാറ്റിയതിനു ശേഷമാണ് വലിയ മീനുകളെ പിടിക്കാനായി പുറപ്പെടുന്നത്. പ്രധാനമായും ടൂണ ഫിഷുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഫിഷിങ്ങിനിടയിൽ മറ്റു പല മീനുകളും കയറി വരാറുണ്ട്. ഫിഷിംഗ് സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലോട്ടുകൾക്ക് ചുറ്റിലുമായി ബോട്ടുകൾ പതിയെ നീങ്ങിത്തുടങ്ങുന്നു. പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം ചീറ്റി മഴയുടെ പ്രതീതിയുണ്ടാക്കി ശേഷം ബോട്ടിന്റെ 2 വശത്തു നിന്നുമായി ചെറുമീനുകളെ ബൈറ്റായി എറിഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ വാരിയെറിയുന്ന പൊടിമീനുകളെ കണ്ട് വലിയ മീനുകൾ കൂട്ടത്തോടെ ബോട്ടിന് പിന്നാലെ ഫോളോ ചെയ്തു വരുന്നു. ഈ സമയത്ത് പോളൻ ലൈനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഹുക്കുകൾ വെള്ളത്തിലേക്ക് ഇട്ടുവെക്കുന്നു. കാഴ്ചയിൽ ചെറുമീനുകളെ പോലെ തോന്നിപ്പിക്കുന്ന ഇത്തരം ഹുക്കുകൾ വലിയ മീനുകൾ വിഴുങ്ങുന്നു. ലോക്കിംഗ് സിസ്റ്റം ഇല്ലാത്ത ഹുക്കുകളായതുകൊണ്ട് തന്നെ ബോട്ടിലേക്കെത്തുന്ന മീനുകൾ ഉടൻ തന്നെ ഹുക്കിൽ നിന്നും റിലീസാകുന്നു. മീനുകളുടെ ആക്ടിവിറ്റിക്കനുസരിച്ച് ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. മീനുകൾക്ക് സ്വാതന്ത്ര്യവും വിവേചനാധികാരവും നൽകിക്കൊണ്ടുള്ള ഫിഷിംഗ് മെത്തേഡാണ് പോളൻ ലൈൻ മെത്തേഡ്. 4 മീറ്ററോളം നീളം വരുന്ന ഫൈബർ റോഡുകളിൽ അതേ നീളത്തിലുള്ള ലൈൻ ഘടിപ്പിച്ചാണ് ഈ ഫിഷിംഗ് രീതി. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഇത്തരം ഫിഷിങ്ങിനിടയിൽ 10 ടണ്ണോളം മീനുകളെ പല ബോട്ടുകൾക്കും കിട്ടാറുണ്ട്. 1/2 കിലോ തൊട്ട് 10 കിലോയോളം വരുന്ന മീനുകളെ ഈ രീതിയിൽ പിടിക്കാറുണ്ട്. അതിനു മുകളിൽ തൂക്കം വരുന്ന മീനുകളെ പിടിക്കാൻ മറ്റു മെത്തേഡുകളാണ് യൂസ് ചെയ്യാറുള്ളത്. മീനുകൾക്ക് പിന്നാലെ ഫോളോ ചെയ്തു വരുന്ന വലിയ ഷാർക്കുകൾ പലപ്പോഴും ഭീഷണിയാവാറുണ്ട്. ഹുക്കിൽ കുടുങ്ങിയ മീനുകളെ വലിച്ചു കയറ്റാൻ താമസിച്ചാൽ നേരെ അവന്റെ വായിലേക്കാവും പോകുന്നത്. കാഴ്ചയിൽ വളരെ ഈസിയായിട്ട് തോന്നുമെങ്കിലും പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. വലിയ മീനുകൾ ദേഹത്തേക്ക് തട്ടിയും ഹുക്കുകൾ ശരീരത്തിൽ കൊളുത്തിയും ബോട്ടിൽ നിന്നും താഴേക്ക് വീണുമൊക്കെ അപകടങ്ങൾ പതിവാണ്. ഇങ്ങനെ താഴേക്ക് വീഴുന്ന പലരെയും ഷാർക്കുകൾ അറ്റാക്ക് ചെയ്തതായും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ രീതിയിൽ പിടിക്കുന്ന മീനുകളാണ് ഫാക്ടറിയിൽ നിന്നും ടിൻഫിഷുകളായി പുറത്തേക്ക് വരുന്നത്. കൂടാതെ ഉണക്കമീനായും മറ്റു പല പ്രൊഡക്റ്റുകളായും വിപണിയിലേക്ക് എത്താറുണ്ട്. മാത്രമല്ല മീനിന്റെ വില ഇവിടുത്തെ ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് കൊണ്ട് തന്നെ ജോലിക്കാർക്ക് മാന്യമായ വരുമാനവും ലഭിക്കാറുണ്ട്. പിടിക്കുന്ന മീനിന്റെ തൂക്കത്തിനനുസരിച്ചാണ് ജോലിക്കാർക്ക് കൂലി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെ കൂടിയായിരിക്കും ഇവരുടെ ഓരോ തവണത്തെയും യാത്ര. മാൽദീവ്സിലെ ഫിഷിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ ലിങ്ക് ഇവിടെ ബയോയിൽ ചേർത്തിട്ടുണ്ട്. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി.